നമസ്കാരം. പ്രിയദർശിനി സൗജന്യ യാത്രയെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടുമുമ്പ് അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി ലോക്സഭാധ്യക്ഷനായ ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോഴാണ് അദ്ദേഹം UDFൻ്റെ പ്രചരണ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ചില ഐതിഹാസികമായ തീരുമാനങ്ങൾ പുറത്ത് പറയുന്നത്. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ കേരളത്തിൽ സൗജന്യ യാത്രയായിരിക്കും എന്ന് പറഞ്ഞു. ഇതുപോലെ സ്ത്രീകളായിട്ടുള്ള വനിതകളായിട്ടുള്ള ആളുകൾക്ക് ആരോഗ്യ സുരക്ഷ, അതുപോലെ പെൺകുട്ടികൾക്ക് പഠന സൗകര്യം, 1000 രൂപ വച്ച് മാസം സബ്സിഡി പോലെയുള്ള ചില ആനുകൂല്യങ്ങൾ നൽകുന്നു. ഇങ്ങനെ നിരവധി പാക്കേജുകൾ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ കൂടി ഭാഗമായിട്ട് എന്ന് വേണം പറയാൻ, UDF സർക്കാർ ഏതാണ്ട് 102 സീറ്റോടുകൂടി മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ അധികാരത്തിൽ വരുന്നു. സർക്കാർ അധികാരത്തിൽ വന്നു ഏതാണ്ട് ഒരു മാസം പിന്നിടുമ്പോഴേക്കും അന്ന് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ യാത്ര, പ്രിയദർശിനി സ്ത്രീ സുരക്ഷാ യാത്ര, സൗജന്യ യാത്ര എന്ന പേരിൽ ഒരു പേര് നൽകുകയും ആ യാത്ര KSRTC ബസ്സുകളിൽ വ്യാപകമായി കേരളത്തിൽ നടപ്പാക്കുകയും ചെയ്തു. എന്നാൽ KSRTCയെ സംബന്ധിച്ചിടത്തോളം ശമ്പളത്തിനും പെൻഷനുമായി ഏതാണ്ട് 125 കോടി രൂപയോളം സർക്കാർ ഖജനാവിൽ നിന്ന് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. KSRTC എന്ന പ്രസ്ഥാനം ലാഭത്തിലോടുന്ന പ്രസ്ഥാനമായി ഇതുവരെയും മാറിയിട്ടില്ല, നഷ്ടത്തിലാണ് എന്ന് എടുത്തു പറയാനും സാധിക്കും. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി KSRTC ബസ്സുകളിൽ, അതായത് മറ്റു സംസ്ഥാനങ്ങളിലുള്ള സംസ്ഥാന സർവീസുകളിൽ, ഗതാഗത വകുപ്പുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലും KSRTC ബസ്സുകളിൽ സ്ത്രീ സൗജന്യ യാത്ര ഉറപ്പാക്കിയത്. സർക്കാർ അധികാരത്തിൽ വന്ന് ഒരു മാസം പിന്നിടുമ്പോഴേക്കും ആ പ്രഖ്യാപനം പ്രാവർത്തികമാക്കുകയുണ്ടായി. ഇന്നിപ്പോൾ കേരളത്തിൽ സ്ത്രീ സുരക്ഷാ യാത്ര, പ്രിയദർശിനി സൗജന്യ യാത്ര വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രതിദിനം ധാരാളം സ്ത്രീകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സൗജന്യ യാത്ര നടത്തുന്നു എന്ന് പറയുന്നു. തീർച്ചയായും അത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റെ സാമ്പത്തിക കമ്പോളത്തിൽ സ്ത്രീകൾ ഇങ്ങനെ വണ്ടിക്കൂലി ഇല്ലാത്തതിൻ്റെ പേരിൽ യാത്ര ചെയ്യാനൊരു തടസ്സമുണ്ടാകരുത് എന്ന് പറയുമ്പോഴും, ജോലിക്ക് പോകുന്ന സ്ത്രീകൾ വണ്ടിക്കൂലി ഇനത്തിൽ ലാഭിക്കുന്ന ചുരുങ്ങിയത് ഒരു മാസം 3200 രൂപയെങ്കിലും അവർക്ക് മാസം മിച്ചം പിടിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ആ പണം തീർച്ചയായും മാർക്കറ്റിലേക്ക് ഒഴുകും, സാമ്പത്തിക രംഗം അഭിവൃദ്ധിപ്പെടും എന്നൊക്കെയാണ് സാമ്പത്തിക നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇവിടെ KSRTC സൗജന്യ യാത്ര പൂർണ്ണമായതോടുകൂടി പ്രൈവറ്റ് ബസ്സുകൾക്ക് അത് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രൈവറ്റ് ബസ് അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷനും തൊഴിലാളി സംഘടനകളെല്ലാം ഒരുപോലെ തന്നെ അത് പറഞ്ഞു. പല ബസ്സുകളും G-ഫോമിൽ ഇട്ടിരിക്കുന്നു. അവർക്ക് നികുതി അടയ്ക്കാനോ അല്ലെങ്കിൽ ദൈനംദിന ശമ്പളം കൊടുക്കാനോ പെട്രോൾ അടിക്കാനോ പോലും കാശ് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇതിന് മുഖ്യമന്ത്രിയെ കണ്ടവർ നിവേദനം സമർപ്പിച്ചപ്പോൾ ടാക്സ് ഇനത്തിലെല്ലാം ഏതെങ്കിലും തരത്തിൽ ഇളവുകൾ വരുത്താൻ സാധിക്കും, തൽക്കാലത്തേക്ക് ചില ഇളവുകൾ അവർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ KSRTC ബസ്സിൽ നൽകുന്ന സൗജന്യങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ നൽകാൻ സാധിച്ചാൽ അതിൻ്റെ അധിക ബാധ്യത KSRTC ബസ്സിൻ്റെ സൗജന്യ യാത്രയിലൂടെ സർക്കാർ ഏറ്റെടുക്കുന്നത് പോലെ പ്രൈവറ്റ് ബസ്സുകളിലും അത് ആക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉരുത്തിരിയുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ പ്രിയദർശിനി യാത്ര സ്ത്രീകൾ അത്ര അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നില്ല. കാരണം ഇതിലും വലിയ കാര്യങ്ങൾ വേറെ കടക്കുമ്പോൾ ഈ സ്ത്രീകൾക്ക് ഫ്രീ യാത്ര എന്നുള്ളത് അത് ഒരുപക്ഷെ 50-1 ലക്ഷം രൂപയൊക്കെ ശമ്പളം മേടിക്കുന്നവരാണ് ഈ ഫ്രീ യാത്രയിൽ ഈ ബസ്സിൽ കയറി പോകുന്നത്. അപ്പോൾ ഇതൊരു അത്യാവശ്യമുള്ള കാര്യമായിരുന്നില്ല. ഇതിൻ്റെ സൈഡ് എഫക്റ്റുകളെ പറ്റി ഗവൺമെൻറ് ഒന്നും മനസ്സിലാക്കുന്നില്ല. ലക്ഷക്കണക്കിന് ബസ് മുതലാളിമാരും അവരുടെ ജീവനക്കാരും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുക. അവർക്ക് ഡീസൽ അടിക്കാൻ പോലും പൈസ അവർക്ക് കിട്ടുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ അവരെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി സർക്കാർ കാണണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്ത്രീയാത്ര ഇത് നിർത്താൻ ഇത് പറ്റത്തില്ല. ഇത് ഗവൺമെൻറ് തീരുമാനിച്ചൊരു കാര്യത്തിൽ ഇത് നിർത്താൻ പറ്റത്തൊന്നുമില്ല. അതുകൊണ്ട് ഈ പ്രൈവറ്റ് ബസ് മേഖലക്കാർക്ക്
പ്രൈവറ്റ് ബസ്സിലും സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനുള്ള അനുമതി കൊടുത്തിട്ട് അവർക്കുള്ള ടിക്കറ്റിൻ്റെ പൈസ സർക്കാർ പ്രൈവറ്റ് ബസ്സുകാർക്ക് പേ ചെയ്യണം. അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ഇപ്പൊ KSRTC-യിൽ ഇപ്പൊ പ്രിയദർശിനി സൗജന്യ യാത്ര സ്ത്രീകൾക്ക് ലഭ്യമാക്കിയിരിക്കുമ്പോൾ സർക്കാർ ആ ടിക്കറ്റിന്റെ എത്രയാണോ തുക എന്ന് വെച്ചാൽ അത്രയും തുക സർക്കാർ KSRTC-ക്ക് ലഭ്യമാക്കുന്നത് പോലെ പ്രൈവറ്റ് ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പാടാക്കി ആ ടിക്കറ്റിന്റെ നിരക്കിൽ എത്ര രൂപയാണോ പ്രൈവറ്റ് ബസ്സുകൾക്ക് കിട്ടാനുള്ളത് അത് സർക്കാർ കൊടുക്കണം എന്നുള്ളതാണ്. കൊടുക്കണം, അല്ലെങ്കിൽ ഇവര് പ്രൈവറ്റ് ബസ്സിൽ നിന്ന് പോകും. കാരണം അവർ പട്ടിണിയാവും. അവർ ടാക്സ് ഒക്കെ കൊടുത്താണല്ലോ അവർ റോഡിൽ ബസ് ഇറക്കിയിരിക്കുന്നത്. ഇപ്പം അവരാകെ ചെയ്ത ഒരു കാര്യം, ഞാൻ 50% ടാക്സ് കുറച്ചു. അതുകൊണ്ടൊന്നും കാര്യമാവില്ല. ഇപ്പം 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഫ്രീ യാത്ര കൊടുത്തിട്ട് ടിക്കറ്റിൻ്റെ പൈസ സർക്കാർ പ്രൈവറ്റ് ബസ്സുകാർക്ക് കൊടുക്കുക, മേഖലയ്ക്ക് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഒരു 3000 വെച്ച് 5000 രൂപ വരെ ഒരു ദിവസം ഇവർക്ക് കളക്ഷൻ കുറവുണ്ട് സ്ത്രീകൾ കയറാത്ത കാരണം. അല്ലെങ്കിൽ ആ പൈസ ട്രാൻസ്പോർട്ട് ഗവൺമെൻറ് പ്രൈവറ്റ് ബസ്സുകാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഇവരെ രക്ഷപ്പെടുത്താനുള്ള ഏക വഴി. അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം നിന്നുപോകും. പ്രൈവറ്റ് ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാർ മാത്രമല്ല, KSRTC ബസ്സുകളിലും സ്ത്രീ യാത്രക്കാർ മാത്രമല്ല. എന്നാൽ സ്ത്രീ യാത്രക്കാർക്ക് KSRTC-യിൽ സൗജന്യ യാത്ര അനുവദിച്ചതിലൂടെ പ്രൈവറ്റ് ബസ്സുകളിൽ യാത്രക്കാർ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകളിലും സ്ത്രീ യാത്ര സൗജന്യമാക്കിക്കൊണ്ട് അവർക്കും KSRTC-ക്ക് സർക്കാർ നൽകുന്ന തരത്തിലുള്ള ആനുകൂല്യം കൊടുക്കണം എന്നാണ് താങ്കളുടെ അഭിപ്രായം. ഇപ്പോൾ തന്നെ ഈ 1 മാസത്തോളമായി സ്ത്രീ സൗജന്യ യാത്ര, പ്രിയദർശിനി സൗജന്യ യാത്ര KSRTC-യിൽ അനുവദിച്ചിരിക്കുന്നു. ഈ 1 മാസം കൊണ്ട് തന്നെ ഏതാണ്ട് 50 കോടി രൂപയുടെ അധിക ബാധ്യത സർക്കാരിന് ഉണ്ടാകും എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ 50 കോടി രൂപയുടെ അധിക ബാധ്യത എന്ന് പറയുമ്പോൾ ശമ്പളം കൊടുക്കുന്നതിനും പെൻഷൻ കൊടുക്കുന്നതിനും വേണ്ടി 125 കോടി രൂപ മാസം സർക്കാരിൽ നിന്നും KSRTC-ക്ക് കൊടുക്കുന്നതിന് പുറമെയാണ് ഈ 50 കോടി രൂപ കൂടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 225 കോടി രൂപയുടെ അല്ലെങ്കിൽ 175 കോടി രൂപയുടെ ബാധ്യതയാണ് സർക്കാർ ഏറ്റെടുക്കേണ്ടി വരിക എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഇവിടെയാണ് പ്രൈവറ്റ് ബസ്സിലും സ്ത്രീ സൗജന്യ യാത്ര അനുവദിക്കപ്പെടുമ്പോൾ സർക്കാരിന് പിന്നെയും ആ പ്രൈവറ്റ് ബസ് മുതലാളിമാർക്ക് ഈ സ്ത്രീ സൗജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ അവർക്കുണ്ടാവുന്ന നഷ്ടവും സർക്കാരിൽ നിന്ന് നികത്തണം എന്ന് പറയുമ്പോൾ അത് സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരുമായി ആലോചിച്ചതിന് ശേഷം മാത്രമേ പ്രാവർത്തികമാക്കാൻ പറ്റിയ ഒരു പരിപാടിയാണ്. സർക്കാർ തല ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ സ്ത്രീകളുടെ സഞ്ചാര മാർഗങ്ങൾ സുരക്ഷിതമാക്കുക, വണ്ടിക്കൂലി ഇല്ലാത്തതിൻ്റെ പേരിൽ ആർക്കും എവിടെയും പോകാതിരിക്കാനുള്ളൊരു അവസരം ഉണ്ടാകാതിരിക്കുക. എന്നാൽ നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ 30,000-ഓ 40,000-ഓ എല്ലാം ശമ്പളം വാങ്ങിക്കുന്ന സ്ത്രീകളും സൗജന്യ യാത്ര ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ അവർ അർഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരക്കാർക്ക് സൗജന്യ യാത്ര ലഭ്യമാക്കേണ്ടതുണ്ടോ എന്നുള്ളതെല്ലാം പുനഃപരിശോധിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എനിക്ക് KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ ഏത് ബസ്സിലാവട്ടെ യാത്ര ചെയ്യാൻ, വണ്ടിക്കൂലി കൊടുത്ത് യാത്ര ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കുണ്ട് എങ്കിൽ ഞാൻ ആ സൗജന്യം വേണ്ടെന്ന് വയ്ക്കുക. ഇതാണ് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. സർക്കാർ അങ്ങനെ ഒരു സൗജന്യ യാത്ര ഏർപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും വിഭാഗത്തിലുള്ള ആളുകൾക്ക് മാത്രമായി അത് പരിമിതപ്പെടുത്തുമ്പോൾ കൂടുതൽ വിഭാഗീയ പ്രശ്നങ്ങളുണ്ടാവും, ഒച്ചപ്പാടുകളുണ്ടാവും, സർക്കാരിന് അതിന് പഴി കേൾക്കേണ്ടതായി വരും. ഇവിടെ ഈ സൗജന്യ യാത്ര എനിക്ക് വണ്ടിക്കൂലി കൊടുത്ത് യാത്ര ചെയ്യാനുള്ള കഴിവില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ വണ്ടിക്കൂലി എനിക്ക് കൊടുക്കാനില്ല, എനിക്ക് സൗജന്യം ആവശ്യമാണ് എന്ന് തോന്നുന്നവരത് ചെയ്യുക. അല്ല, വണ്ടിക്കൂലി കൊടുത്ത് യാത്ര ചെയ്യാൻ സാധ്യതയുള്ളവർ എനിക്ക് സൗജന്യം വേണ്ട എന്നുള്ള ധാരണ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ അത്തരം സാമ്പത്തിക ചുറ്റുപാടുള്ള ആളുകൾ അവരങ്ങനെ യാത്ര ചെയ്യട്ടെ. സർക്കാരിൻ്റെ ഈ ഒരു നീക്കം നല്ല നീക്കം തന്നെയാണ്. പക്ഷേ ഇത് ജോലിക്ക് പോകുന്നതിനോ അല്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനെ ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്നുള്ളതും ഒരു മാന്യതയാണ്. അല്ലെങ്കിൽ ടൂർ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ KSRTC ബസ്സിൽ കയറി സൗജന്യ യാത്ര തരപ്പെടുത്തുക എന്നുള്ളത് നമുക്കതിനെ ന്യായീകരിക്കാൻ സാധിക്കുന്നില്ല. അത്തരത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ്റെ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് ഓണേഴ്സിൻ്റെ ഈ സങ്കടം കണ്ടില്ല എന്ന് വയ്ക്കാൻ സാധിക്കില്ല. കാലാകാലങ്ങളിലായി KSRTC മാത്രമല്ല കേരളത്തിൻ്റെ യാത്രാ ക്ലേശങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലയിടങ്ങളിൽ KSRTC സർവീസ് പോലും നടത്താത്ത കേരളത്തിൽ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളടക്കമുള്ള സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം യാത്രാക്ലേശത്തിന് കൃത്യമായ പരിഹാരം ഉണ്ടാക്കുന്നത് പ്രൈവറ്റ് ബസ്സുകൾ തന്നെയാണ്. അപ്പോൾ പ്രൈവറ്റ് ബസ്സുകൾ ഒരു കാരണവശാലും അവരുടെ ഈ ഒരു വ്യവസായം അല്ലെങ്കിൽ അവരുടെ സർവീസ് ഒരു കാരണവശാലും നിന്നു പോകരുത്. അതിന് സർക്കാരിൻ്റെ
അതെ. ഭാഗത്തു നിന്നും അനുഭാവപൂർവമായ ഒരു തീരുമാനം ഉണ്ടാകണം. അതിപ്പോ പ്രൈവറ്റ് ബസ്സിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് ആ ടിക്കറ്റ് നിരക്ക് കൂടി സർക്കാർ നൽകണം എന്നുള്ളത് പ്രായോഗികമാണോ എന്നുള്ളത് പരിശോധിക്കുക. എന്തായാലും പ്രൈവറ്റ് ബസ് സർവീസ് നിലനിൽക്കണം. അതൊരു കാരണവശാലും നിലച്ചു പോകരുത്. ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട്. അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. പ്രൈവറ്റ് ബസ് നിരത്തിലിറക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്നും വായ്പ എടുത്തിട്ടൊക്കെയാണ് പല ബസ് മുതലാളിമാർ എന്ന് വേണമെങ്കിൽ അവർ വിശേഷിക്കാം. പക്ഷെ അവർ ആ ബസ്സിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്, തൊഴിലാളികളായ മുതലാളിമാരാണ്. അപ്പോൾ ഒരു കാരണവശാലും ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ നട്ടലൊടിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളിലേക്കും സർക്കാർ പോകാൻ പാടില്ല. KSRTCയിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് അനുവദിച്ചത് നല്ല കാര്യം തന്നെ, അതിന് ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അതുകൊണ്ട് പ്രൈവറ്റ് ബസ്സിനുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ കൂടി കണ്ടില്ല എന്ന് ഒരു കാരണവശാലും സർക്കാർ നടിക്കരുത്. അതിനും ശാശ്വതമായ ഒരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. തീർച്ചയായും അത്തരത്തിലൊരു തീരുമാനം സർക്കാർ കൈക്കൊള്ളും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ നമുക്ക് കാത്തിരിക്കാം. നമസ്കാരം.